ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂഡബദ്രിയാണ്. മംഗലാപുരത്ത് നിന്ന് മൂഡബദ്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് വളരെ ഫേമസ് ആയ ജെയിൻ ടെമ്പിളാണ്. സാവിറ കമ്പാട ബസദി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് മംഗലാപുരം വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്, അതുപോലെ ക്യാമറയ്ക്ക് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയ ഒരു ജെയിൻ ടെമ്പിളാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈനുകളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഫ്ലോറൊക്കെ കണ്ടില്ലേ, കല്ല് കൊണ്ട് കരിങ്കല്ല് പാറക്കല്ലൊക്കെ ചെത്തി നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് ആക്കിയത്. വാതിലുകളൊക്കെ ഡോറുകളൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിളാണ്. ഇത് കാണുമ്പോൾ ഏകദേശം ഒരു ഹിന്ദു ടെമ്പിൾ പോലെ തോന്നുകയാണെങ്കിലും ആക്ച്വലി ഇറ്റ്സ് എ ജെയിൻ ടെമ്പിൾ. ജൈനമത വിശ്വാസത്തിൻ്റെ അവരുടെ ആരാധനാ കേന്ദ്രമാണിത്. അപ്പോൾ ഇത് മൂഡബദ്രിയിലാണ് സ്ഥലം വരുന്നത്. മൂഡബദ്രിയിൽ ഏകദേശം ഒരു 18ഓളം ജൈനക്ഷേത്രങ്ങളുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജൈനക്ഷേത്രമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹിസ്റ്ററികളുണ്ട്. ഇത് 1000 തൂണുകളുണ്ട്. 1000 തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ടെമ്പിൾ ആയതുകൊണ്ട് ഇതിൻ്റെ 1000 പില്ലേഴ്സ് ഓഫ് ടെമ്പിൾ എന്നും ഇതിനെ വിളിക്കപ്പെടുന്നുണ്ട്. അതായത് 1000 തൂണുകളുടെ ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ദ 1000 പില്ലേഴ്സ് ഓഫ് ടെമ്പിൾ. ഈ 1000 പില്ലേഴ്സ് ഓഫ് ടെമ്പിൾ എന്ന് പറയുന്നത് ഓരോ പില്ലറും, അതായത് ഓരോ തൂണുകളും തമ്മിൽ വ്യത്യസ്തമുള്ളതാണ്, സെയിം അല്ല. വളരെ അതിൻ്റെ ഡിസൈന് നോക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടെന്നാണ് കാണുന്നത്. ഓരോ തൂണുകളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു വലിയൊരു ടവർ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു ടവർ, ഒരു ഗോപുരമാക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ആ ഗോപുരം, അതുപോലെ ഒരു കൊടിമരമൊക്കെ ഉണ്ട് അതിൻ്റെ പിറകിലുണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ യുണീക്ക്, അടിപൊളി ഡിസൈനാണ്. സൂപ്പർ. ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. 1400 ആ സമയത്ത് ഏകദേശം ഒരു 15-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടെമ്പിൾ. മൂഡബദ്രിയിലാണ് ഇത് വരുന്നത്. 1000 പില്ലേഴ്സ് ഓഫ് ടെമ്പിൾ, ജെയിൻ ടെമ്പിൾ. ഓക്കെ. ഫ്ലോറൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇത് കല്ലുകൊണ്ട്, പാറക്കല്ലൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മിനുസപ്പെടുത്തി ഉണ്ടാക്കിയാണ് ഇത് പുറത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കൊടിമരം പോലത്തെ ഒരു കൊടിമരമുണ്ട്. പുറത്ത് നിങ്ങൾക്ക് ഡിസൈനൊക്കെ കാണാം. ആനയുടെയൊക്കെ രൂപത്തോട് സാമ്യതയുള്ള ആനയുടെ രൂപത്തിൻ്റെ അതേപോലുള്ള ഒരു ഡിസൈനൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഈ പടിക്കെട്ടുകളിൽ കയറി നമുക്ക് അകത്തേക്ക് നോക്കാം. അകത്ത് തൂണുകൾ കൊണ്ട് വളരെ രീതിയിൽ ഇത് മനോഹരമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഏകദേശം 1000 തൂണുകളാണ് അല്ലേ, 1000 പില്ലേഴ്സ്. ഈ 1000 തൂണുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒന്ന് മറ്റൊന്നുമായിട്ട്, അതിൻ്റെ ഡിസൈനിങ് ഒക്കെ എന്നാണ് പറയപ്പെടുന്നത്. 1000 തൂണുകളുള്ള ടെമ്പിൾ ആയതുകൊണ്ട് 1000 പില്ലേഴ്സ് ഓഫ് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നു. അതേപോലെ ചന്ദ്രപ്രഭു ആണ് ദേവത. ഇവിടുത്തെ ദേവത ചന്ദ്രപ്രഭു. ചന്ദ്രനാഥ ടെമ്പിളും എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ചന്ദ്രനാഥ ടെമ്പിൾ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നു. ഇവിടെ കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ജസ്റ്റ് വലിയൊരു ക്രൗഡില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ പില്ലേഴ്സിലൊക്കെ വളരെ സൂക്ഷ്മമായി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര കാര്യങ്ങളും അതുപോലെ ചില ഇതൊക്കെ വളരെ ഇൻഫോർമേഷൻസൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. പിക്ചേഴ്സുകളുണ്ട്, താളിയോലയിലെ കാര്യങ്ങളും ചില സ്കൾപ്ചേഴ്സൊക്കെ വളരെ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും റോക്കിലാണ്, അതായത് പാറക്കല്ലിൽ ഡിസൈൻ കൊത്തി വെച്ച് ഉണ്ടാക്കിയതാണ് തൂണുകൾ എന്ന് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും ഇങ്ങനത്തെ ഈ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ വളരെ എന്താ പറയുക, സമയമെടുക്കും. ഏകദേശം 31 വർഷം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1500-ാം ആണ്ടിൽ ആണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയത്. 31 വർഷം കൊണ്ടാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കി എന്നും പറയപ്പെടുന്നുണ്ട്. ദേവരാജ വാദിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അന്ന് കാലത്തുണ്ടായ ആളാണ്. ഇതിൻ്റെ ഡിസൈനർ, ഇതിൻ്റെ ശില്പി, ഈ ടെമ്പിൾ പണിയാൻ എന്താ പറയുക ഉണ്ടാക്കിയ വ്യക്തി എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഇത് ഇന്ന് വളരെ മൂഡബദ്രിയിലെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ഡെസ്റ്റിനേഷനാണ് ഇത് ആക്ച്വലി എന്ന് പറയുന്നത്. മൂഡബദ്രിയിലാണ് കേട്ടോ. മൂഡബദ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മംഗലാപുരത്ത് നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ വന്നാൽ നമുക്ക് മൂഡബദ്രിയിലെത്താം. മംഗലാപുരം സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് ബസ്സുണ്ട്. അതുപോലെ കാറിലാണെങ്കിൽ കാറിൽ വരാം. ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മംഗലാപുരം തന്നെയാണ്.
ഇവിടെ ഒരു ആനയുടെ ഒക്കെ ഒരു ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഡിസൈനൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ആന എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാലോ, എല്ലാ അധികം മതങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത്, എലഫൻറ്റ്. പല ഉത്സവത്തിനും, നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പുറത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി. ഇവിടെ ഇതിൻ്റെ താഴെയൊക്കെ തറയോട് ചേർന്ന് അവിടെ ആ ഭാഗത്തൊക്കെ ഓരോ ചിത്രങ്ങളൊക്കെ അവിടെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ശരിക്കും ഇത് ഒരു പിക്ചർ കണ്ടാൽ സാധാരണ ഇന്ന് ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അത്ര വലിയ ചരിത്രം അറിയാത്ത വ്യക്തികൾക്കൊന്നും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ചൊരു എന്താ പറയുക, ഒരു ഹിസ്റ്ററി കുറച്ച് പഠിച്ച ആൾക്കാർക്കെല്ലാം ഇത് കണ്ടാൽ ഏകദേശം ഒരു കല്ലിൽ കൊത്തിവെച്ച രൂപം കണ്ടാൽ മനസ്സിലാവും, ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഈ രീതിയിലുള്ള സംഭവമാണെന്ന് വളരെ കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മൾ ഈജിപ്ഷ്യൻ മമ്മിയിലെ കണ്ടിട്ട് ഒരുപാട് ഇപ്പോഴും ഗവേഷണങ്ങൾ നടക്കുന്നത് കേട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ടെമ്പിൾസുകളൊക്കെ ഉണ്ട് ഇന്ത്യ മുഴുവൻ. നമുക്ക് അങ്ങനത്തെ ടെമ്പിൾസൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം, ജസ്റ്റ് ഫോർ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് ഞാൻ ഇവിടെയും എത്തിയത്. അപ്പോൾ ഇവിടെയും ഒരുപാട് ഡിസൈനൊക്കെ കാണാം. കണ്ടോ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഓരോ രൂപങ്ങൾ കണ്ടില്ലേ, അത് അന്നത്തെ എന്തെങ്കിലും രൂപങ്ങളായിരിക്കാം. എനിവേ ഇറ്റ്സ് എ വെരി ഫാന്റാസ്റ്റിക്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തേക്കെല്ലാം കറങ്ങി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലെ ഭാഗമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതമായിട്ടാണ് ഈ ടെമ്പിൾ കണക്കാക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ കൊത്തുപണികളൊക്കെ വളരെ സങ്കീർണമായ കൊത്തുപണികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലെ, ടെമ്പിളിൻ്റെ അകത്തായാലും അതുപോലുള്ള തൂണുകളിലായാലും പില്ലറുകളിലൊക്കെ അല്ല പുറത്ത് ആ സൺസൈഡ് എന്ന് പറയുന്ന അവിടെയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വളരെ സങ്കീർണമായ കൊത്തുപണികൾ പല രീതികളിൽ ചെയ്തിട്ടുണ്ട്. ആനിമൽസിൻ്റെ ഉണ്ട്, അന്നത്തെ ദേവതകളുടെ ഫോട്ടോ ഉണ്ട്, ഭടന്മാരുടെയും അല്ലെങ്കിൽ അതുപോലുള്ള ജനങ്ങളുടെയും ഇതുപോലുള്ള ആഘോഷങ്ങളുടെയും ഇങ്ങനത്തെയൊക്കെ ഫോട്ടോസുകളൊക്കെയും അല്ലെങ്കിൽ ഈ രൂപങ്ങൾ സ്കൾപ്ചറൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കും അല്ലേ. കാരണം 31 വർഷം എടുത്തിന് ഏകദേശം ഇത് ചെയ്ത് തീരാനെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ മൂടഭദ്രയിൽ വേറെയും ജൈന ടെമ്പിൾ ഉണ്ട്. അതിൽ നമ്പർ 1 ആണ്, അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഈ ടെമ്പിൾ എന്ന് പറയുന്നത്, 1000 Pillars ഓഫ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾ? 2 പില്ലേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? അപ്പോൾ ഇവിടെ കുറച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നടന്ന് ഈ ഭാഗത്തേ കൂടി. ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പാണ് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പറയുകയാണെങ്കിൽ 1500 ആണ്ടിൽ ഏകദേശം 400-500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അന്ന് ഇത് ഇവിടെയൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് പേരുണ്ടാവും. അന്ന് ഇത് ഉണ്ടാക്കിയ സമയത്തൊക്കെ ഒരുപാട് പേര് ഇതൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടാവും. ഇന്ന് വലിയൊരു എന്താ പറയുക, ഒരു തീർത്ഥാടന കേന്ദ്രം ആ രീതിയിൽ വന്നു, അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന രീതിയിലാണ് ഇന്ന് ഈ ടെമ്പിൾ ഉള്ളത്. ശരിക്കും വാസ്തുവിദ്യയുടെ വളരെ ഒരു മികച്ച കോർത്തിണക്കിയ എല്ലാ കഴിവുകളും കോർത്തിണക്കിയ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ടെമ്പിളുള്ളത്. ഇതുകൊണ്ട് നിങ്ങൾ ഇത് വെള്ളം വരുന്ന വാട്ടർ വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കും അല്ല, ഇവിടെ മുകളിൽ വാട്ടർ വന്നിട്ട് അതിലേക്കൂടി പോകുന്ന രീതിയിലുള്ള സംഭവമായിരിക്കാം, എന്തെങ്കിലും പ്രസാദം അങ്ങനെ എന്തെങ്കിലും രീതി ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ആ എല്ലാം കോർത്തിണക്കി മികവുറ്റ രീതിയിലുണ്ടാക്കിയ ഒരു ടെമ്പിളാണ് ഈ ടെമ്പിൾ, 1000 Pillars ഓഫ് ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ കണ്ടോ നിങ്ങൾ?
വളരെ അടിപൊളിയായിട്ടും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത്. സോ ഞാനിവിടെ ഒരു കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ വിഷ്വൽസൊക്കെ എടുത്തു, നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചു. അതൊക്കെ മുമ്പ് 15-ാം നൂറ്റാണ്ടിൽ ചൈനയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായതിന് ഭാഗമായിട്ട് അതിൻ്റെ സൂചനയായിട്ട് ചുമരിൽ വ്യാളിയുടെയും അതുപോലുള്ള ചില മൃഗത്തിൻ്റെയും കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അന്ന് ഇതേപോലെ എന്തൊക്കെ വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളും അല്ല അതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ രീതിയിൽ സ്കൾപ്ചർ കൊത്തി വെച്ചിട്ടുണ്ടാവും. നമ്മൾ കല്ലിൽ കൊത്തി വെക്കല്ലേ, കല്ലിൽ കൊത്തി വെക്കാം. പക്ഷെ അത് ചെയ്യാൻ തന്നെ ഒരു കഴിവും വേണം അല്ലേ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ വളരെ മനോഹരമായി ചെയ്യാൻ കഴിവ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാറക്കല്ല്, ഒരു വലിയൊരു കല്ല്, ആ കല്ലിൽ ഒരു ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ആ ശില്പിയുടെ വലിയൊരു കഴിവാണ്. ആ കഴിവും കൂടി വേണം, അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ വളരെ മനോഹരമായ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിട്ട് ഒരു നിർമ്മിതി എന്ന രീതിയിൽ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണിത്, 1000 Pillars ഓഫ് ടെമ്പിൾ. എനിവേസ് നൈസ് പ്ലേസ്, അടിപൊളി സ്ഥലമായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഓക്കെ, ബൈ.